ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എന്താണെന്നല്ലേ, നമ്മുടെ പിള്ളേരുടെ കാര്യം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, എസ്പെഷ്യലി 7 to 14 ഇയേഴ്സ്. അതായത് ആ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ട് അവരുടെ ഐഡന്റിറ്റി ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് അങ്ങോട്ടേക്ക് ചെന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് തിരിച്ചു കടിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. മിക്കവാറും ഞാൻ കേട്ടേക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പിള്ളേരെ വഴക്ക് പറയാൻ പാടില്ല, അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ അവർക്കൊരു ട്രോമയായിട്ട് മാറും എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 7 to 14 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ വഴക്ക് പറയേണ്ട സമയത്ത്, അതായത് തെറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ ആസ് എ പേരന്റ് നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ മുഖത്ത് നോക്കി നിങ്ങൾ അവരുടെ അടുത്ത് കാര്യം പറയണം. അതെ, ഈ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ലേ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കൂ, അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ എടുപ്പിച്ച് അത്യാവശ്യം, അതായത് നമ്മൾ പറയത്തില്ല ഈ കയറൂരി വിടുക എന്ന്, അങ്ങനെ അല്ലാതെ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആ ഒരു 7 to 14 ഇയേഴ്സ് നിങ്ങൾ വളർത്തണം. ഒരു സമയത്ത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേര് 80s-ലും 20s-ലും ഒക്കെ ഭയങ്കര അനുസരണയുള്ള പിള്ളേരായിരിക്കും, ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ദിവസം അവർ തിരിച്ചു വരും. അവർ എത്രയൊക്കെ അടിച്ചു പൊളിച്ച് അവരുടെ ലൈഫ് എങ്ങനെയൊക്കെ അവർ നടന്നാലും ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ അന്ന് പറഞ്ഞത് കൊണ്ടാണ്, അന്ന് അവരെനിക്ക് ആ ഒരു മാർഗം ഉപദേശിച്ച് തന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു സക്സസിൽ നിൽക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ഓവർകം ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവും. ഞാനും ചില പിള്ളേർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുമായിരിക്കും, നമ്മൾ വെല്ലുപിടുത്തൊന്നും പിടിച്ചില്ലെങ്കിൽ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അതായത് വെറുതെ ചെന്ന് പിള്ളേരെ വഴക്ക് പറയുക അല്ലെങ്കിൽ പിള്ളേരെ അടിക്കുക, ഇതൊന്നും അല്ല ഞാൻ പറയുന്നേ. നമ്മൾ എന്തിനാണോ വഴക്ക് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത് വിളിച്ചിരുത്തി ഇന്ന പോലെ ഇന്ന കാര്യത്തിനാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന പോലെ ഇന്ന കാര്യത്തിനാണ് ഞാൻ നിന്നെ അടിച്ചത്. പിള്ളേർക്കത് മനസ്സിലാവും, ശരിക്കും അവർക്കത് മനസ്സിലാവും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിള്ളേരെ ഒബ്സർവ് ചെയ്യണം നല്ല രീതിയിൽ. നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല, പക്ഷേ സമയം കണ്ടെത്തിയേ പറ്റൂ. സ്ട്രിക്ട്നെസ്സിലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പേരൻസിന് അവരോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. സോ താങ്ക് യു.